Okay, so hello everyone. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 4 സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിന്റെ മൊഡ്യൂൾ 4 ആണ്. മെയിൻ ആയിട്ട് നമ്മൾ ഈ മൊഡ്യൂളിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് മോസ്ഫെറ്റ് ആണ്. മോസ്ഫെറ്റ് എന്താണ് മോസ്ഫെറ്റ്? It is a field effect transistor. Okay, so metal oxide semiconductor field effect transistor. അതാണ് അതിൻ്റെ എക്സ്പാൻഷൻ. ഇത് മെറ്റൽ ലെയർ, ഓക്സൈഡ് ലെയർ, സെമികണ്ടക്ടർ ലെയർ, അങ്ങനെ 3 ലെയർ ആയിട്ട് ഉള്ള ഒരു ട്രാൻസിസ്റ്റർ ആണ്. മോസ്ഫെറ്റ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, എൻഹാൻസ്മെന്റ് ടൈപ്പ് ആൻഡ് ഡിപ്ലീഷൻ ടൈപ്പ്. ആൻഡ് നമ്മൾ ഈ മൊഡ്യൂളിൽ മെയിനായി ഡീൽ ചെയ്യാൻ പോകുന്നത് എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റുമായിട്ടാണ്. എൻഹാൻസ്മെന്റ് ടൈപ്പിലെ തന്നെ എൻ ചാനൽ മോസ്ഫെറ്റ്സ്. ഓക്കെ, എൻഹാൻസ്മെന്റും ഡിപ്ലീഷനിലും 2 ടൈപ്പ് ഉണ്ട്, എൻ ചാനൽ ആൻഡ് പി ചാനൽ. നമ്മളിതിൽ മോസ്റ്റ് കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നത് എൻ ചാനൽ എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റ് ആയിരിക്കും. എൻ ചാനൽ പി ചാനൽ എന്ന് പറയുന്നത് ആ മോസ്ഫെറ്റിൽ ഫോം ചെയ്യുന്ന ചാനൽ എൻ ടൈപ്പ് ആയിരിക്കും. അതായത് ഇപ്പോൾ സെമി കണ്ടക്ടർ പാർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, അത് പി ടൈപ്പ് സെമി കണ്ടക്ടർ പാർട്ടായിരിക്കും. പക്ഷെ അവിടെ ചാനൽ ഫോർമേഷൻ നടക്കുമ്പോൾ അത് എൻ ടൈപ്പ് ചാനലായിരിക്കും. അതുകൊണ്ടാണത് എൻ ചാനൽ മോസ്ഫെറ്റ് ആവുന്നത്. ഓക്കെ, ഇതാണ് മോസ്ഫെറ്റിന്റെ സ്ട്രക്ചർ. എൻ ചാനൽ മോസ്ഫെറ്റിന്റെ സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാം പി ടൈപ്പ് സബ്സ്ട്രേറ്റ്, ഇത് സെമി കണ്ടക്ടർ പാർട്ട്, ഇടയിലുള്ളത് ഓക്സൈഡ് പാർട്ട്, ഇതാ സിലിക്കൺ ഡൈ ഓക്സൈഡ് എന്ന് കാണാം. പിന്നെ മേലെ മെറ്റൽ പാർട്ടും കാണാം, മെറ്റലൈസേഷൻ ലെയർ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ 3 ടെർമിനൽസ് ആണ് കാണുന്നത്, സോഴ്സ്, ഗേറ്റ്, ഡ്രെയിൻ. ആക്ച്വലി മോസ്ഫെറ്റ് ഒരു 4 ടെർമിനൽ ഡിവൈസ് ആണ്. ഓക്കെ, ഇവിടെ ഒരു ബോഡി ടെർമിനൽ കൂടെ ഉണ്ടാവും. യൂഷ്വലി സോഴ്സ് ആൻഡ് ബോഡി സെയിം പൊട്ടൻഷ്യലായിരിക്കും നമ്മൾ വെക്കുക. അതുകൊണ്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിനൊരു 3 ടെർമിനൽ ഡിവൈസായി കൺസിഡർ ചെയ്യാം. പക്ഷെ ഇവിടെ ആക്ച്വലി ഒരു ടെർമിനൽ കൂടെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് മോസ്ഫെറ്റ് ആണ്, ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. വാട്ട് അബൌട്ട് മോസ് ക്യാപ്, മോസ് കപ്പാസിറ്റർ? ഇതിലും മെറ്റൽ, ഓക്സൈഡ്, സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞ് 3 ലെയേഴ്സ് ഉണ്ട്. ഇവിടെ ഗേറ്റ് ടെർമിനൽ, ഇവിടെ ബോഡി ടെർമിനൽ. ഓക്കെ, ഇനി മോസ് കപ്പാസിറ്റർ ഒരു ഐഡിയൽ മോസ് കപ്പാസിറ്റർ ആവണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നോക്കാം. വർക്ക് ഫങ്ഷൻസ് ഓഫ് മെറ്റൽ ആൻഡ് സെമി കണ്ടക്ടർ ഷുഡ് ബി സെയിം. എന്താണ് വർക്ക് ഫങ്ഷൻ എന്ന് അറിയാലോ, ഇലക്ട്രോണിനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ട എനർജി. ഓക്കെ, സോ അത് രണ്ടിനും സെയിം ആയിരിക്കണം. അതേപോലെ നമ്മൾ നേരത്തെ കപ്പാസിറ്ററിൽ കണ്ടു, ഇവിടെ ഒരു ഓക്സൈഡ് ലെയർ നമ്മൾ കണ്ടില്ലായിരുന്നോ? സോ ഈ ഓക്സൈഡ് ലെയറിൽ ചാർജസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പലതരം ചാർജസ് ആവാം, ഫിക്സഡ് ടൈപ്പ് ചാർജസ് ആവാം, അല്ലാത്ത ചാർജസ് ആവാം, ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു ചാർജും ഇല്ലാതെ പെർഫെക്റ്റ് ആയിരിക്കണം. ഇഫ് ഇറ്റ് ഹാസ് ടു ബി ഐഡിയൽ മോസ് കപ്പാസിറ്റർ ആവണമെങ്കിൽ അത് പെർഫെക്റ്റ് ആയിരിക്കണം. ഇനി നമുക്ക് എനർജി ബാൻഡ് ഡയഗ്രാംസ് നോക്കാം. അതായത് ഈ മോസ് കപ്പാസിറ്റർ അല്ലെങ്കിൽ മോസ്ഫെറ്റ് ഒക്കെ എന്താ പറയുക, അതിൻ്റെ പല പല കേസസ്, ആ കേസസിലുള്ള എനർജി ബാൻഡ് ഡയഗ്രാംസ് നമുക്ക് നോക്കാം. ഇക്വിലിബ്രിയം കേസിൽ ഈ വി എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്ന ഗേറ്റ് വോൾട്ടേജ് ആണ് കേട്ടോ. ഗേറ്റ് അറിയില്ല, ആ മേലത്തെ ടെർമിനൽ മെറ്റലിനോട് ചേർന്ന് ആ ടെർമിനലിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ആണ് വി. ആ വി ഈക്വൽ ടു 0, ഒരു വോൾട്ടേജും കൊടുക്കുന്നില്ല. ഇക്വിലിബ്രിയം കണ്ടീഷൻ, ഐഡിയൽ കേസാണ് കേട്ടോ, ഐഡിയൽ മോസിന്റെ കേസാണ് പറയുന്നത്. അവിടെ അങ്ങനെ കൊടുക്കുമ്പോൾ എന്തുണ്ടാവും, രണ്ടിൻ്റെയും വർക്ക് ഫംഗ്ഷൻ സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടിൻ്റെയും ഫെർമി ലെവൽ സെയിം ആയിരിക്കും, സെയിം ലെവലായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫ്ലാറ്റ് ആയിട്ടാണ് ഈ ഭാഗത്ത് ഉണ്ടാവുന്നത് ബാൻഡ്. ഓക്കെ, സോ ഈ ഫെർമി ലെവൽ രണ്ടിലും സെയിം. സെമികണ്ടക്ടറിന്റെ കേസിൽ ഇവിടെ ഇ വി വരും, ഇവിടെ ഇ സി വരും. ഇ എഫ് എസ് ഇ വിയുടെ അടുത്തായിരിക്കും, കാരണം പി ടൈപ്പ് സെമികണ്ടക്ടർ ആണല്ലോ. ഓക്കെ, സോ ഈ കേസ് മനസ്സിലായല്ലോ, ഇക്വിലിബ്രിയം കേസ്. വാട്ട് അബൌട്ട് അക്യുമുലേഷൻ കേസ്? വി ലെസ് ദാൻ 0, അതായത് നമ്മൾ മേലെ മെറ്റൽ ലെയർ, താഴെ ഓക്സൈഡ് ലെയർ, അതിൻ്റെ താഴെ സെമികണ്ടക്ടർ ലെയർ, അങ്ങനെയാണല്ലോ. ആ മെറ്റൽ ലെയറിൽ ഒരു ലെസ് ദാൻ 0 ആയിട്ടുള്ള വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ്, ഗേറ്റ് വോൾട്ടേജ്. അതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വോൾട്ടേജ്. So if we apply a negative voltage between the metal and the semiconductor, we effectively deposit a negative charge on the metal. അല്ലേ, അവിടെ ഒരു നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ നെഗറ്റീവ് ചാർജ് ഫോം ആവുകയാണ്. സോ അതിൻ്റെ റെസ്പോൺസ് ആയിട്ട് വി എക്സ്പെക്ട് ആൻ ഈക്വൽ നെറ്റ് പോസിറ്റീവ് ചാർജ് ടു അക്യുമുലേറ്റ് അറ്റ് ദ സർഫസ് ഓഫ് ദ സെമികണ്ടക്ടർ. സോ അപ്പുറത്ത് മെറ്റലിൻ്റെ ഭാഗത്ത് നെഗറ്റീവ് വോൾട്ടേജ് ഉണ്ടാവുമ്പോൾ, നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നെഗറ്റീവ് ചാർജ് വരുന്നു. അപ്പോൾ താഴെയുള്ള സെമികണ്ടക്ടറിൻ്റെ അവിടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് വരണം, അവിടെ പോസിറ്റീവ് ചാർജ് വരണം. സോ പോസിറ്റീവ് ചാർജ് വരണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? ദിസ് occurs by hole accumulation at the semiconductor oxide interface. അല്ലേ, പി ടൈപ്പ് സബ്സ്ട്രേറ്റിൽ ഈ പോസിറ്റീവ് ചാർജ് വരണമെങ്കിൽ അവിടെ ഹോൾ അക്യുമുലേഷൻ നടക്കണം സെമികണ്ടക്ടർ ഓക്സൈഡ് ഇന്റർഫേസിൽ. സോ അവിടെ ഹോൾ അക്യുമുലേഷൻ നടക്കുമ്പോൾ എങ്ങനെയാണ് ആ ഡയഗ്രാം മാറുക? വി ലെസ് ദാൻ 0 കൊടുത്തു, ഹോൾ അക്യുമുലേഷൻ നടക്കുകയാണ്. ഹോൾ അക്യുമുലേഷൻ നടക്കുമ്പോൾ ഇവിടെ കണ്ടോ, ഇവിടേക്ക് ആ ഒരു ബെൻഡിങ് വന്നിരിക്കുന്നുണ്ട്. ഈ ബെൻഡിങ് എന്താണെന്നറിയോ, ഇവിടെ ഇ ഐ മൈനസ് ഇ എഫ് എന്ത് ചെയ്യാണ്, ഗ്രേറ്റർ ആവുകയാണ് ഈ ഏരിയയിൽ എത്തുമ്പോഴേക്കും.
അങ്ങനെ വരുന്നത് എന്താ? ബിക്കോസ് ദർ ഇസ് ഹോൾ അക്യുമുലേഷൻ ആണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ആ പോസിറ്റീവ് ഇത് കൂടുകയാണ്. സോ ആ പോസിറ്റീവ് ചാർജ് കൂടി വരുന്നത് കൊണ്ടും ഹോൾ അക്യുമുലേഷൻ നടക്കുന്നതുകൊണ്ടുമാണ് ഇവിടെ ഈ EI മൈനസ് EF കൂടി 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 വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെ വരും. അതേപോലെ തന്നെ മെറ്റലിൻ്റെ EFM QV എനർജിയിൽ മേലോട്ട് കയറുകയാണ്. ഓക്കെ, ഇങ്ങനെ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ. സോ അങ്ങനെ ആവുമ്പോൾ ഇവിടെ ഒരു ബെൻഡിങ് വരുന്നു. അതേപോലെ ഓരോ EC, EI, EV ഒക്കെ ബെൻഡ് ആവുന്നു. അങ്ങനെ കേസിൽ EFS നമ്മുടെ EFM-നേക്കാളും ഒരുപടി താഴോട്ട് വരികയാണ്. ഓക്കെ, ഇനി അടുത്ത കേസ് ഡിപ്ലീഷനിൽ എന്താണ്? V ഗ്രേറ്റർ ദാൻ 0. നമ്മൾ അക്യുമുലേഷനിൽ നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്തു, ഇവിടെ നമ്മളൊരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുകയാണ്. The positive voltage deposits positive charge on the metal and calls for a corresponding net negative charge at the surface of the semiconductor. നേരത്തെ പറഞ്ഞു മെറ്റലിൽ നെഗറ്റീവ് ചാർജ് വന്നപ്പോൾ സെമികണ്ടക്ടറിൽ പോസിറ്റീവ് ചാർജ് വരാൻ വേണ്ടിയിട്ട് ഹോൾസ് അക്യുമുലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഇവിടെ എന്തുണ്ടായി? പോസിറ്റീവ് വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സെമികണ്ടക്ടറിൽ എന്താണ് വരേണ്ടത്? നെഗറ്റീവ് ചാർജ് ആണ് നമുക്ക് വരേണ്ടത്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പോൾ such a negative charge in p-type material arises from depletion of holes from the region near the surface, leaving behind uncompensated ionized acceptors. In the depleted region, the hole concentration decreases, moving EI closer to EF and bending the bands down near the semiconductor surface. Okay, so ഇവിടെ എന്തുണ്ടാവും? നെഗറ്റീവ് ചാർജ് അങ്ങോട്ട്, അതായത് നെഗറ്റീവ് ചാർജ് സെമികണ്ടക്ടർ ഓക്സൈഡ് ഇൻ്റർഫേസിലേക്ക് വരികയല്ല ശരിക്കും നടക്കുന്നത്. അവിടുന്ന് ഹോൾസ് താഴോട്ട് പോകും. ഓക്കെ, അവിടുന്ന് ഹോൾസ് താഴോട്ട് പോകുമ്പോൾ അവിടെ പിന്നെ ബാക്കി എന്തുണ്ടാവും? അൺകോമ്പൻസേറ്റഡ് അയണൈസ്ഡ് അക്സെപ്റ്റേഴ്സ് മാത്രമാവും. അപ്പോൾ അവിടെ എന്താവും? അപ്പോൾ അവിടെ നെഗറ്റീവ് ചാർജ് തന്നെയാണ് വരിക. ബിക്കോസ് ആ ഹോൾസ് താഴോട്ട് പോയി അവിടെ ആ നെഗറ്റീവ് ചാർജ് മാത്രം നിൽക്കും. സെമി കണ്ടക്ടർ റീജിയൻ്റെ ഏറ്റവും താഴെയായിരിക്കും ഹോൾസ് നിൽക്കുക. മേലെ ആ അൺകോമ്പൻസേറ്റഡ് അയണൈസ്ഡ് അക്സെപ്റ്റേഴ്സ് മാത്രമായി നിൽക്കുമ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് പോലെ ഉണ്ടാവും. ആൻഡ് അങ്ങനെ ആ നെഗറ്റീവ് ചാർജസ് ഇങ്ങനെ നിന്ന് അവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ആവുകയാണ്. ഓക്കെ, നമ്മൾ PN ജംഗ്ഷനിലൊക്കെ പഠിച്ച പോലത്തെ ഒരു ഡിപ്ലീഷൻ റീജിയൻ അവിടെ ഫോം ആവുകയാണ്. അങ്ങനെ ഡിപ്ലീഷൻ റീജിയൻ ഫോം ആവുന്ന കേസാണ് ഡിപ്ലീഷൻ നടക്കുന്ന സമയത്താണ് ഡിപ്ലീഷൻ റീജിയൻ ഫോം ആവുക. ഓക്കെ, സോ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ EI ഗ്രേറ്റർ ദാൻ EF ആവും എന്ന് പറഞ്ഞിരുന്നു. എന്താവുമ്പോൾ? അതായത് EI മൈനസ് EF വലിയ വാല്യൂ ആയിരിക്കും എന്ന് പറഞ്ഞു ഹോൾ അക്യുമുലേഷൻ നടക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? അവിടെ നെഗറ്റീവ് ചാർജ് അക്യുമുലേഷനാണ് നടക്കുന്നത്. അപ്പോൾ EI മൈനസ് EF എന്താവണം? കുറഞ്ഞു വരണം അല്ലേ? ഇത് കാണാമല്ലോ, ഇവിടേക്ക് അടുത്തേക്ക് വരുമ്പോൾ EI മൈനസ് EF കുറഞ്ഞു വരുന്നത്. സോ ആ ഒരു ബെൻഡും കാണാം. അതേപോലെ ഇവിടെ EFM എന്ത് ചെയ്യാണ്? QV എനർജി താഴോട്ട് പോവുകയാണ്. ഓക്കെ, സോ ഈ ബെൻഡിങ്ങിൻ്റെ കാര്യം മനസ്സിലായല്ലോ. അപ്പം അതിനനുസരിച്ച്, അതായത് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടോ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട്, അതായത് മെറ്റലിൻ്റെ അവിടെ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുകയാണ്, സെമി കണ്ടക്ടറിൻ്റെ അവിടെ നെഗറ്റീവ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും. അതേപോലെ ഇപ്പുറത്ത് കണ്ടോ, നേരെ ഇവിടെയാണ് ഹോൾ അക്യുമുലേഷൻ നടക്കുന്നത്. ഇവിടെ പോസിറ്റീവ്, നമ്മൾ മെറ്റലിൽ അപ്ലൈ ചെയ്യുന്നത് നെഗറ്റീവ് വോൾട്ടേജുമാണ്. അപ്പോൾ പോസിറ്റീവ് ടു നെഗറ്റീവ് ഇങ്ങോട്ടാണ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ്. സെയിം വേ ഇവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്. ഓക്കെ, ഇനി ഇൻവേർഷൻ്റെ കേസ് നോക്കാം. നമ്മൾ ഡിപ്ലീഷനിൽ പറഞ്ഞു പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുകയാണ്. ഇൻവേർഷനിലും പോസിറ്റീവ് വോൾട്ടേജ് തന്നെയാണ്, ബട്ട് എ വെരി ലാർജ് പോസിറ്റീവ് വോൾട്ടേജ്. അതായത് ഡിപ്ലീഷൻ റീജിയനിൽ ഒരു മാക്സിമം വിഡ്ത്ത് ഉണ്ട്. ഓക്കെ, അൺകോമ്പൻസേറ്റഡ് മറ്റേ ആക്സെപ്റ്റേഴ്സ് നിന്ന് ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോമായി ഡിപ്ലീഷൻ റീജിയൻ ഇങ്ങനെ വലുതായി വരും. വോൾട്ടേജ് ഇങ്ങനെ കൂട്ടി കൊടുക്കുമ്പോൾ, പോസിറ്റീവ് വോൾട്ടേജ് കൂടി വരുമ്പോൾ, ആൻഡ് അറ്റ് ലാസ്റ്റ് ഡിപ്ലീഷൻ്റെ അവസാനം എത്തും. അപ്പോൾ ഡിപ്ലീഷൻ റീജിയൻ കംപ്ലീറ്റ് ആവും. പിന്നെ തുടങ്ങുന്നതാണ് ഇൻവേർഷൻ. അതായത് if we continue to increase the positive voltage, the bands at the semiconductor surface bend down more strongly. In fact, a sufficiently large voltage can bend EI below EF. ഇവിടെ കണ്ടോ, EI EFൻ്റെയും താഴെ പോയത് കണ്ടില്ലേ? This is a particularly interesting case since EF much greater than EI implies a large electron concentration in the conduction band. The region near the semiconductor surface in this case has conduction properties typical of N-type material. This N-type surface layer is formed not by doping but instead by inversion of the originally P-type semiconductor due to the applied voltage. ഇവിടെയാണ് N-channel formation നടക്കുന്നത്. ഓക്കെ, ഇൻവേർഷൻ നടക്കുമ്പോൾ നമ്മുടെ മറ്റേ ആക്സെപ്റ്റേഴ്സ് വന്ന് നിന്നിട്ടുള്ള ഡിപ്ലീഷൻ റീജിയൻ്റെ മാക്സിമം വിട്ടെത്തും. അത് കഴിഞ്ഞ് പിന്നെ എന്തുണ്ടാവാൻ തുടങ്ങും? അത് കഴിഞ്ഞ് പിന്നെ ഇൻവേർഷൻ നടക്കാൻ തുടങ്ങും. ആ സമയത്ത് ആ ഇൻ്റർഫേസിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഒരു ചാനൽ ഫോം ആവും. ആ എക്സാക്ട്ലി ഒരു N ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ അതേ പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ് ഇവിടെ EI EFനേക്കാളും താഴെ പോയത്. മനസ്സിലായോ? അതായത് അതായത് P ടൈപ്പിലാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക? EIയുടെ താഴെയായിരിക്കും EF അല്ലെ, EIയുടെയും EVയുടെയും ഇടയിലായിരിക്കും EFS.
ഇവിടെ അങ്ങനെയാണല്ലോ കാണുന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എന്തായി, എൻ ചാനൽ ഫോമായി, എന്ന് വെച്ചാൽ എൻ ടൈപ്പ് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന എൻ ചാനൽ. അവിടെ എത്തിയപ്പോൾ എന്തുണ്ടായി, ഇ എഫ് എന്തായി, ഇ ഐയുടെയും ഇ സിയുടെയും ഇടയിലായി. കറക്റ്റ് അല്ലേ? എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ അങ്ങനെ തന്നെയാണല്ലോ വരേണ്ടത്. ഇ സിയുടെയും ഇ ഐൻ്റെയും ഇടയിലാണ് ഇ എഫ്. ഓക്കെ, സോ ഇതിലെ കേസ് മനസ്സിലായല്ലോ, ഇൻവേർഷൻ്റെ കേസ്. അതായത് ഡിപ്ലീഷനിൽ ഇത് താഴോട്ട് പോകുന്നില്ല, ഇ ഐ ഇ എഫിൻ്റെ. ഇൻവേർഷനിൽ ആ ചാനൽ ഫോർമേഷൻ കാരണം ഇ ഐ ഇ എഫിൻ്റെ താഴോട്ട് പോകുന്നു. ഇനി നമുക്ക് സ്ട്രോങ് ഇൻവേർഷൻ്റെ കേസ് നോക്കാം. ഇ ഐ ഇ എഫിൻ്റെ താഴോട്ട് പോകുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ആൻഡ് ഇറ്റ് ഗോസ്, അതായത് ഈ ഡിഫറൻസിൻ്റെ അത്രയും തന്നെ ഈ ഒരു അത്രയും തന്നെ വലുപ്പത്തിൽ ഇവിടെയും താഴോട്ട് പോവുകയാണെങ്കിലാണ് അത് സ്ട്രോങ് ഇൻവേർഷൻ്റെ കേസ് ആവുന്നത്. ഓക്കെ, അതായത് Q5S എന്ന് പറയുന്നത് 2Q5F ആവണം. മനസ്സിലായി? ഇതിൻ്റെ അതേ വലുപ്പത്തിൽ, ഇതിൻ്റെ അതേ വിഡ്ത്തിൽ ഇങ്ങോട്ട് താഴോട്ട് പോകണം. Okay, so the best criterion for strong inversion is that the surface should be as strongly n-type as the substrate is p-type. അതായത് ഇവിടെ എന്താണ്, p-type regionന്റെ കാണിക്കുന്ന സ്ഥലമാണ് ഇത്. അതേ സ്ട്രെങ്ത്തിൽ n-type അതായത് ഫോം ചെയ്ത ചാനലും അതേ സ്ട്രെങ്ത് ഉള്ളതാണെന്ന് കാണിക്കാനാണ് ഇതും സെയിം വിട്ടാവണമെന്ന് ഞാൻ പറഞ്ഞത്. സോ അങ്ങനെയുള്ള കേസിലാണ് അത് സ്ട്രോങ് ഇൻവേർഷൻ ആവുന്നത്. That is, EI should lie as far below EF at the surface as it is above EF far from the surface. This condition occurs when phi s equal to 2 phi f, which is equal to 2 kT by Q natural log Na by Ni. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്, ഓർമ്മയില്ലേ? phi f ൻ്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ നോക്കിയിരുന്നതാണ്. സോ അത് വെച്ചിട്ട് നമുക്ക് phi s ൻ്റെ ഇക്വേഷൻ എഴുതാം സ്ട്രോങ് ഇൻവേർഷൻ്റെ കേസിൽ. ഇനി വാട്ട് അബൌട്ട് സി വി ക്യാരക്ടറിസ്റ്റിക്സ്? വി ഈക്വൽ ടു വി ഓക്സൈഡ് പ്ലസ് phi s. ഈ വി എന്ന് പറയുന്നത് ഗേറ്റ് വോൾട്ടേജ് ആണ് കേട്ടോ. വി ഓക്സൈഡ് എന്ന് പറയുന്നത് ഓക്സൈഡിലത്തെ വോൾട്ടേജ്, ആൻഡ് phi s എന്ന് പറയുന്നത് നമ്മളുടെ സെമി കണ്ടക്ടറിലെ പൊട്ടൻഷ്യൽ. ഓക്കെ, സോ ഗേറ്റിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓക്സൈഡിലും സെമി കണ്ടക്ടറിലും പിന്നീട് ഉണ്ടാകുന്ന ആ വോൾട്ടേജിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കുമല്ലോ. ഐഡിയലിൻ്റെ കേസാണ് കേട്ടോ, നമ്മൾ ഐഡിയൽ മോസിൻ്റെ കേസാണ് ഈ പറയുന്നത്. സോ ഇങ്ങനെയാകുമ്പോൾ വി ഈക്വൽ ടു മൈനസ് ക്യു എസ് ബൈ സി ഓക്സൈഡ്. ക്യു ഈക്വൽ ടു സി വി എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് പറയുന്നത്. ആൻഡ് അത് എന്താ പറയുക, നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് മൈനസ് ക്യു എസ് ബൈ സി ഓക്സൈഡ് പ്ലസ് phi s. ഓക്കെ, ഇനി ബൈ ഡിഫറൻഷിയേറ്റിംഗ്, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? 1 ഈക്വൽ ടു മൈനസ് 1 ബൈ സി ഓക്സൈഡ് ഇൻറ്റു ഡി ക്യു എസ് ബൈ ഡി വി പ്ലസ് ഡി phi s ബൈ ഡി ക്യു എസ് ഇൻറ്റു ഡി ക്യു എസ് ബൈ ഡി വി. ഇവിടെ നമുക്ക് ഇക്വേഷൻ സിമ്പിളായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡി ക്യു എസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ 1 ബൈ സി ഈക്വൽ ടു 1 ബൈ സി ഓക്സൈഡ് പ്ലസ് 1 ബൈ സി എസ് എന്ന് കിട്ടും. ഇതെന്തിൻ്റെ ഇക്വേഷനാണ്? കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് പെയർ ചെയ്യുമ്പോൾ 1 ബൈ സി ഈക്വൽ ടു 1 ബൈ സി 1 പ്ലസ് 1 ബൈ സി 2 അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഇക്വേഷൻ അല്ലേ ഇത്? ഓക്കെ, സോ ഇത് മനസ്സിലായല്ലോ. ഇനി അതിനെ നമുക്ക് ആ ഇക്വേഷൻ ഓരോ കേസസിലും എങ്ങനെ മാറുമെന്ന് നമുക്ക് കാണാം. അക്യുമുലേഷൻ വി ലെസ് ദാൻ സീറോ ആകുമ്പോൾ അവിടെ എന്താ ഉണ്ടാകുന്നത്? നമ്മൾ അക്യുമുലേഷൻ്റെ കേസ് പറഞ്ഞിരുന്നു, ഹോൾ അക്യുമുലേഷൻ നടക്കുന്നത്. അപ്പോൾ എന്തുണ്ടാവും? ക്യു എസിൻ്റെ വാല്യൂ കൂടാണ്. എന്തൊരു ചാർജും അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ചാർജ് കൂടുകയല്ലേ. അപ്പോൾ ക്യു എസ് കൂടി. ക്യു എസ് കൂടുമ്പോൾ എന്തുണ്ടാവും? സി എസ് കൂടും. ബിക്കോസ് ക്യു ഈക്വൽ ടു സി വി. അപ്പോൾ ക്യു പ്രപ്പോർഷണൽ ടു സി ആണല്ലോ. അപ്പോൾ ക്യു കൂടുമ്പോൾ സി കൂടും. അങ്ങനെയാകുമ്പോൾ 1 ബൈ സി എസ് എന്താവും? സി എസിൻ്റെ വാല്യൂ കൂടുമ്പോൾ 1 ബൈ സി എസ് ചെറിയ വാല്യൂ ആവും. അപ്പോൾ അതിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അങ്ങനെയാവുമ്പോൾ നേരത്തെ ഇക്വേഷൻ എന്താവും? ഇതിനെ നെഗ്ലക്ട് ചെയ്ത് ഇതില്ലാതായി കഴിഞ്ഞാൽ എന്താവും? സി ഈക്വൽ ടു സി ഓക്സൈഡ്. ഇനി ഡിപ്ലീഷൻ്റെ കേസ് നോക്കാം. അവിടെ വി ഗ്രേറ്റർ ദാൻ സീറോ ആണ്. വി ഗ്രേറ്റർ ദാൻ സീറോ ആകുമ്പോൾ എന്താവും? സി എസ് ഈക്വൽ ടു സി ഡി ഈക്വൽ ടു എപ്സിലോൺ എസ് ബൈ ഡബ്ല്യു. ഈ സി എസ് ഈക്വൽ ടു സി ഡി എന്ന് എഴുതിയിരിക്കണ ഒന്നുമില്ല, സി എസ് ആണ് യൂഷ്വലി. അത് ഡിപ്ലീഷൻ്റെ കേസിലായപ്പോൾ ഡിപ്ലീഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടി സി ഡി എന്ന് എഴുതിയെന്ന് എഴുതൂ കേട്ടോ. എപ്സിലോൺ, ഇത് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? എപ്സിലോൺ എ ബൈ ഡി. ഓർമ്മയില്ലേ? താഴെ ഡെപ്ത് അല്ലെങ്കിൽ എന്താ പറയുക തിക്നെസ് വന്നിട്ട് മേലത്തെ എ എന്ന് പറയുന്ന ഏരിയ, എപ്സിലോൺ എ ബൈ ഡി. അപ്പോൾ ആ എ ഇവിടെ നമ്മൾ 1 ആയി കൺസിഡർ ചെയ്യാണ്, ആ ഡിക്ക് നമ്മൾ ഡബ്ല്യു കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എപ്സിലോൺ എസ് ബൈ ഡബ്ല്യു. അപ്പോൾ ഡബ്ല്യു മാക്സിമം ആവുമ്പോൾ എന്തായിരിക്കും? ഡബ്ല്യു മാക്സിമം, അതായത് ഡിനോമിനേറ്ററിൽ ഡബ്ല്യു മാക്സിമം ആവുമ്പോൾ എന്തായിരിക്കും? ടോട്ടൽ വാല്യൂ മിനിമം ആയിരിക്കും. അപ്പോൾ സി ഡിയുടെ വാല്യൂ മിനിമം ആവും ഡബ്ല്യു മാക്സിമം ആവുമ്പോൾ. അപ്പോൾ സി മിനിമം എന്ന് പറയുന്നത് എന്തായിരിക്കും? സി ഓക്സൈഡ് ഇൻറ്റു സി ഡി മിനിമം ബൈ സി ഓക്സൈഡ് പ്ലസ് സി ഡി മിനിമം. ഇതാ, ഇതിനെ റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഈ ഇക്വേഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഇൻവേർഷൻ നോക്കാം. വി മച്ച് ഗ്രേറ്റർ ദാൻ സീറോ, ഡിപ്ലീഷൻ കഴിഞ്ഞിട്ടുണ്ടാവുന്നതാണ് ഇൻവേർഷൻ. വീണ്ടും വോൾട്ടേജ് കൂട്ടി കൊടുക്കുമ്പോൾ അപ്പോൾ അവിടെ എന്താണ് ഉണ്ടാവുന്നത്? വീണ്ടും ഒരു എൻ ചാനൽ ഫോർമേഷൻ നടക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എൻ ചാനൽ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ വീണ്ടും ചാർജ് കൂടാണ്. ഈവൻ ദോ ഇറ്റ്സ് എ നെഗറ്റീവ് ചാർജ് തന്നെയാണല്ലോ.
അപ്പോൾ ചാർജ് കൂടുന്നു, അപ്പോൾ വീണ്ടും CS കൂടുന്നു, അവിടെയും 1/CS നെഗ്ലിജിബിൾ ആവുന്നു. സോ സെയിം C ഈക്വൽ ടു C ഓക്സൈഡ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ രണ്ടും അക്യുമുലേഷനിലും ഇൻവേർഷനിലും C ഈക്വൽ ടു C ഓക്സൈഡ് എന്ന് വരുന്നെങ്കിലും റീസൺസ് വേറെ വേറെയാണ് കേട്ടോ. അക്യുമുലേഷനിൽ ഹോൾ അക്യുമുലേഷൻ ആണ്, ഇവിടെ N ചാനൽ ഫോർമേഷൻ ആണ്. ഇനി നമുക്കതിൻ്റെ ഡയഗ്രാം നോക്കാം. ഡയഗ്രാമിൽ കാണാം ഇവിടെ ഇതാണ് CI എന്ന് പറയുന്ന C ഓക്സൈഡ് ആണ് കേട്ടോ. ഓക്കെ, സോ C ഈക്വൽ ടു C ഓക്സൈഡ് ആവുന്ന എപ്പോഴാണ്? അക്യുമുലേഷനിലും ഇൻവേർഷനിലും കണ്ടോ C ഈക്വൽ ടു C ഓക്സൈഡ് ആയി നിൽക്കുന്നത്. ഇടയിൽ C വാല്യൂ താഴോട്ട് പോയി C മിനിമത്തിലോട്ട് പോവുകയാണ്. എപ്പോഴാണ്? ഡിപ്ലീഷൻ നടക്കുമ്പോൾ താഴോട്ട് പോയി C മിനിമത്തിലോട്ട് എത്തി. എന്നിട്ട് വീണ്ടും വോൾട്ടേജ് കൂടി വരുമ്പോൾ ഇൻവേർഷനിലോട്ട് എത്തുന്നു. ഓക്കെ, ആദ്യം നെഗറ്റീവ് വോൾട്ടേജ് ആയിരുന്നു, ഇതവിടെ 0 കാണാം, ഈ ഭാഗത്തോട്ട് നെഗറ്റീവ് ആണ്. ആദ്യം നെഗറ്റീവ് വോൾട്ടേജ് ഉള്ളപ്പോൾ അക്യുമുലേഷൻ, നെഗറ്റീവ് വോൾട്ടേജ് ഗേറ്റ് വോൾട്ടേജ് ആയി കൊടുക്കുമ്പോൾ അക്യുമുലേഷൻ നടക്കുന്നു. പിന്നീട് ആ വോൾട്ടേജ് കൂടി വരുന്നു, കൂടി വന്നിട്ട് ഡിപ്ലീഷൻ നടക്കുമ്പോൾ C ഒരു മിനിമം വാല്യൂവിലേക്ക് എത്തുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കൂട്ടി കൊടുക്കുമ്പോൾ അത് ഇൻവേർഷനിലോട്ട് കിടക്കുന്നു. ഓക്കെ, അപ്പോൾ വീണ്ടും ആ C വാല്യൂ C ഓക്സൈഡായി മാറുന്നു. ഓക്കെ, ഇനി നമുക്ക് ത്രെഷോൾഡ് വോൾട്ടേജ് ഓഫ് ഐഡിയൽ മോസ് നോക്കാം. നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നൊക്കെ ഐഡിയൽ മോസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ. റിയൽ മോസിന്റെ കാര്യങ്ങൾ പിന്നീട് പറയാൻ പോകുന്നേ ഉള്ളൂ. അത് ഓർക്കണം, രണ്ടും കൂടെ മാറരുത്. Okay, what is the threshold voltage? It is the minimum gate voltage required for strong inversion to occur. Strong inversion നടക്കാൻ വേണ്ടിയിട്ട്, onset of strong inversion, ആ സമയത്തെ gate voltage, the minimum gate voltage required for strong inversion. Okay, so strong inversion condition എന്തായിരുന്നു? phi s equal to 2 phi f. അപ്പോൾ നമ്മളുടെ VT എന്താവും? VT equal to minus QD by C oxide plus 2 phi f. ഇത് ഓർമ്മയില്ലേ? ഗേറ്റ് വോൾട്ടേജിന്റെ നമ്മളുടെ നേരത്തെ ഒരു ഇക്വേഷൻ ഉണ്ട്, അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. ആ QS QD ആവാൻ കാരണം ഡിപ്ലീഷൻ റീജിയൻ ഫോം ആയല്ലോ. ആ ഡിപ്ലീഷൻ കഴിഞ്ഞിട്ടാണല്ലോ ഇത് നടക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ QD എന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, പ്ലസ് ആ phi s ന് നമ്മൾ 2 phi f എന്ന് കൊടുത്തു, സ്ട്രോങ് ഇൻവേർഷന്റെ കണ്ടീഷൻ. പിന്നെ ഈ WM ഈക്വൽ ടു √2 എപ്സിലോൺ phi s by QNA. ഇവിടെ എന്തുണ്ടായിരുന്നാണ്? നമ്മൾ ഇതിന് മുമ്പത്തെ മൊഡ്യൂൾ പഠിച്ചിട്ടുള്ളതാണ് വിത്തിന്റെ ഇക്വേഷൻ. അതിൽ 1/NA plus 1/ND എന്നൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ P ടൈപ്പ് സെമി കണ്ടക്ടർ ആയതുകൊണ്ട് നമുക്ക് 1/ND വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ 1/NA മാത്രം കൺസിഡർ ചെയ്യാണ്. അതേപോലെ V ഇല്ല, നമ്മൾ phi s ആണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം സെമി കണ്ടക്ടറിന്റെ അടുത്ത പൊട്ടൻഷ്യലിന് നമ്മൾ കൊടുക്കുന്നത് phi s എന്നാണല്ലോ. ഓക്കെ, സോ അങ്ങനെ ഈ ഇക്വേഷൻ 2 എപ്സിലോൺ phi s by QNA യുടെ ഹോൾ റൂട്ട് ആയി. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു, നമ്മൾ ഈ phi s ന് 2 phi f എന്നുള്ള കൊടുക്കുകയാണ്. അപ്പോൾ 2 റൂട്ട് എപ്സിലോൺ phi f by QNA. ഓക്കെ, ഇനി QD ഈക്വൽ ടു മൈനസ് QNA WM. ഇതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ക്യൂവിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് കാണുന്നത്, നമ്മളൊരു ഗ്രാഫൊക്കെ വെച്ച് അതിൽ വെച്ച് പഠിച്ചിരുന്നു. ഓക്കെ, സോ അതിനെ മാറ്റിയിട്ട് ഈക്വൽ ടു മൈനസ് 2 റൂട്ട് ഈ WMന് ഈ ഇക്വേഷൻ കൊടുക്കുകയാണ്. ഈ ഇക്വേഷൻ കൊടുക്കുമ്പോൾ മൈനസ് 2 റൂട്ട് എപ്സിലോൺ QNA phi f. ഓക്കെ, അപ്പോൾ VT എന്തായി മാറും? QDക്ക് നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ VT എന്തായി മാറും? 2 റൂട്ട് എപ്സിലോൺ QNA phi f by C oxide plus 2 phi f. ഇക്വേഷൻ അങ്ങനെയായി മാറുന്നു. സോ ഇതാണ് ത്രെഷോൾഡ് വോൾട്ടേജിന്റെ ഇക്വേഷൻ. മറക്കരുത്, എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. ഇനി ബോഡി എഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മോസ്ഫെറ്റിന്റെ ഡയഗ്രാം കാണിച്ചു തന്നപ്പോൾ താഴത്തെ ഒരു ബോഡി ടെർമിനലിന്റെ കാര്യം. ബോഡി ടെർമിനൽ, സോഴ്സ് ടെർമിനൽ, ഗേറ്റ് ടെർമിനൽ, ഡ്രെയിൻ ടെർമിനൽ, ഇങ്ങനെ 4 ഞാൻ പറഞ്ഞു തന്നിരുന്നു. സോ ഈ സോഴ്സ് ടെർമിനലിലും ബോഡി ടെർമിനലിലും നമ്മൾ ഡിഫറെൻറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും തമ്മിലൊരു വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടാവും അല്ലേ? ആ വോൾട്ടേജ് ഡിഫറൻസ് കാരണം ഒരു മോസ്ഫെറ്റിന്റെ ത്രെഷോൾഡ് വോൾട്ടേജിൽ വേരിയേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് സംഭവിക്കുന്ന ഫെനോമിനാണ് ബോഡി എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ചേഞ്ച് ഇൻ ത്രെഷോൾഡ് വോൾട്ടേജിൽ ഈ ബോഡിയും സോഴ്സും തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് കാരണം ഉണ്ടാവുന്ന ചേഞ്ച്, അതാണ് ബോഡി എഫക്റ്റ്. ഓക്കെ, സോ യൂഷ്വലി നമ്മൾ ബോഡി എഫക്റ്റ് ഒഴിവാക്കാൻ അപ്പോൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? സോഴ്സും ബോഡിയും തമ്മിൽ വോൾട്ടേജ് ഡിഫറൻസ് ഇല്ലാതിരിക്കണം, രണ്ടിനെയും സെയിം വോൾട്ടേജിൽ വെക്കണം. ഓക്കെ, body effect refers to the change in the transistor threshold voltage resulting from a voltage difference between the transistor source and body. The voltage difference between the source and the bulk VBS changes the width of the depletion layer and therefore also the voltage across the oxide due to the change of the charge in the depletion region. This results in a difference in threshold voltage which equals the difference in charge in the depletion region divided by the oxide capacitance. ഓക്കെ, ഇനി ബോഡി എഫക്റ്റ് ഉണ്ടാകുമ്പോൾ QD എങ്ങനെ മാറുന്നു എന്ന് കാണാം. അതായത് വോൾട്ടേജ് ഡിഫറൻസ്, ആ വോൾട്ടേജ് ഡിഫറൻസ് നമുക്ക് VSB എന്ന് പറയാം, സോഴ്സും ബോഡിയും തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസിനെ.
സോ നമുക്ക് മറ്റേ കേസിൽ ഇതിനു മുമ്പ് ബോഡി എഫക്റ്റ് ഇല്ലാതിരുന്നപ്പോൾ 2,5F എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ ഈ വോൾട്ടേജ് ഡിഫറൻസിനെയും കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, ബിക്കോസ് നേരത്തെ നമ്മൾ മറ്റേ കേസിൽ നമ്മൾ ബോഡിയും സോഴ്സും ഒരേ വോൾട്ടേജിലാണെന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ടേം ഇല്ലാതിരുന്നത്. ഇനി ഇത് രണ്ടും സെപ്പറേറ്റ് വേറെ വേറെ വോൾട്ടേജിലാവുമ്പോൾ ആ ഒരു ഡിഫറൻസ് കാരണമുള്ളത് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ത്രെഷോൾഡ് വോൾട്ടേജ് അതിനനുസരിച്ച് മാറും. QD ഡിപ്ലീഷൻ റീജിയനിലെ ആ ചാർജ് മാറുമ്പോൾ അത് വരുന്നൊരു ടേം ഉണ്ടല്ലോ ത്രെഷോൾഡ് വോൾട്ടേജിൽ, അതുകൊണ്ട് ത്രെഷോൾഡ് വോൾട്ടേജും മാറുന്നു. 2√ε/Q_NA × 2,5F - VSB by C oxide plus 2,5F ഇങ്ങനെ ആവുന്നു. ഇനി ഐഡിയൽ മോസിന്റെ കേസിൽ ഇതാ നേരെ ഈ 2,5F - VSB വരുന്നില്ല, VSB ഇല്ല. സോ അതായിരുന്നു നമ്മളുടെ ഐഡിയൽ മോസിന്റെ കേസിലെ ത്രെഷോൾഡ് വോൾട്ടേജ്. സോ നമ്മൾ ഇതിനെ 1 2 മൈനസ് ചെയ്യുന്നു ഡെൽറ്റ VT കിട്ടാൻ വേണ്ടിയിട്ട്, ഡെൽറ്റ ത്രെഷോൾഡ് വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ ആവുന്നു. ഇതിൽ VSB മച്ച് ഗ്രേറ്റർ ദാൻ 2,5F. 2,5Fനേക്കാളും VSB മച്ച് ഗ്രേറ്റർ ദാൻ ആവുമ്പോൾ എന്തുണ്ടാവും? ഇവിടുത്തെ 2,5Fനെയും ഈ 2,5Fനെയും നമുക്ക് ഇഗ്നോർ ചെയ്യാലോ. സോ അങ്ങനെ ആവുമ്പോൾ എന്തുണ്ടാവും? ഡെൽറ്റ VT അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു √2Q_ε/NA by C oxide into √−VSB. സോ ഇതിന്റെ മീനിങ് എന്താ? VSB കൂടുന്തോറും എന്തുണ്ടാവും? VT കൂടും അല്ലേ? VSB കൂടുന്തോറും VT കൂടും, രണ്ടും പ്രൊപ്പോർഷണൽ ആണല്ലോ. ദാറ്റ് ഈസ് VT becomes more positive. ഇനി നമ്മൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞു ഐഡിയൽ മോസ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി നമുക്ക് റിയൽ മോസിന്റെ കാര്യങ്ങൾ നോക്കാം. ഐഡിയൽ മോസിൽ നമ്മൾ പറഞ്ഞിരുന്നു വർക്ക് ഫംഗ്ഷൻ സെയിം ആയിരിക്കും, അതേപോലെ അൺവാണ്ടഡ് ചാർജസ് ഉണ്ടാവില്ല ഓക്സൈഡ് ലെയറിൽ എന്നൊക്കെ. റിയൽ ആവുമ്പോൾ എന്താണ് ഡിഫറൻസ് ഉണ്ടാവുന്നത്? വർക്ക് ഫംഗ്ഷൻ സെയിം അല്ല, ഡിഫറെൻ്റ് ആണ്. 5ms ഈസ് ലെസ് ദാൻ 0, അതായത് 5m - 5s ലെസ് ദാൻ 0, 5m ലെസ് ദാൻ 5s. അതായത് മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ സെമി കണ്ടക്ടറിന്റെ വർക്ക് ഫംഗ്ഷനേക്കാളും ചെറുതായിരിക്കും. ഇനി ഇന്റർഫേസ് ചാർജിൽ അതായത് വർക്ക് ഫംഗ്ഷൻ ഡിഫറൻസിനേക്കാളും MOS സ്ട്രക്ചറിൽ ഒരുപാട്, അതായത് അൺവാണ്ടഡ് ചാർജസ് വരും. ഇൻസുലേറ്ററിലും സെമി കണ്ടക്ടർ ഓക്സൈഡ് ഇന്റർഫേസിലും ഒക്കെ ആയിട്ട് ഒരുപാട് അൺവാണ്ടഡ് ചാർജസ് വരും. അതാണ് ഈ ഇന്റർഫേസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ് ചാർജസ് എന്ന് പറയാനാണെങ്കിൽ Na+ അയോൺസ് ഉണ്ടാവാം, ആൽക്കലി അയോൺസ് ഉണ്ടാവാം. മാനുഫാക്ചറിങ് പ്രോസസ്സിലൊക്കെ ആയിട്ട് ഓക്സൈഡിൽ എൻ്റർ ചെയ്യുന്ന Na+ അയോൺസ്, അല്ലെങ്കിൽ ഈ സിലിക്കൺ ഡയോക്സൈഡ് ആണ് നമ്മുടെ ഓക്സൈഡ് ലെയർ എന്ന് വിചാരിക്കാം. അതിൽ ഡിഫക്ട്സ് കാരണം ഓക്സൈഡിൽ ട്രാപ്പ് ചെയ്ത് കിടക്കുന്നുണ്ടാവും കുറച്ച് ചാർജസ്, അങ്ങനെ ചാർജസ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഓക്സിഡേഷൻ്റെ പ്രോസസ്സിൻ്റെ സമയത്ത് ഫിക്സഡ് ഓക്സൈഡ് ചാർജസ് ഉണ്ടാവാം. അല്ലെങ്കിൽ പിന്നെ സെമി കണ്ടക്ടർ ഓക്സൈഡ് ഇന്റർഫേസിൽ ഉണ്ടാകുന്ന ഇന്റർഫേസ് ചാർജസ്. ഇങ്ങനെ 4 ടൈപ്പ് ചാർജസ് ഓക്സൈഡിൽ അൺവൗണ്ടഡ് ആയിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ പറഞ്ഞു, ഇതിൽ ഞാൻ പറയേണ്ടിയിരുന്നൊരു കാര്യമായിരുന്നു, അതായത് മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷൻ സെമി കണ്ടക്ടറിൻ്റെ വർക്ക് ഫംഗ്ഷനേക്കാളും ചെറുതാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഇക്വിലിബ്രിയത്തിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാം നോക്കിയിരുന്നു, ഇക്വിലിബ്രിയം കേസിൽ V = 0 ആകുമ്പോൾ. അപ്പോൾ എന്തായിരുന്നു? നമ്മൾ രണ്ടിൻ്റെയും വർക്ക് ഫംഗ്ഷൻ സെയിം ആയി എടുത്തതുകൊണ്ട് അവിടെ തന്നെ നമുക്കൊരു ഫ്ലാറ്റ് ബാൻഡ് കിട്ടി. ഇവിടെ സെയിം അല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ ഫ്ലാറ്റ് ബാൻഡ് ആയിരിക്കും? അല്ല, അവിടെ ബെൻഡിങ് ഉണ്ടാവും അല്ലേ? കാരണം 5m ചെറുതായിരിക്കും, ഇവിടെ കാണാലോ 5m ചെറുതായിരിക്കും, ഇവിടെ 5s വലുതായിരിക്കും. അപ്പോൾ ഇവിടെ ഫ്ലാറ്റ് ബാൻഡ് ആണോ? അല്ല, ഒരു ചെരിവ് വന്നില്ലേ? അപ്പോൾ ഇതിനെ ഫ്ലാറ്റ് ബാൻഡ് ആക്കാൻ എന്ത് ചെയ്യണം? EFM കുറച്ച് മേലോട്ട് കയറണം അല്ലേ? ഇത്രയും മേലോട്ട് കയറണം, എന്നാലല്ലേ അവിടെ ഫ്ലാറ്റ് ബാൻഡ് വരൂ. ഇതാ ഇവിടെ കണ്ടോ, QV കൊടുത്തിട്ട് മേലോട്ട് കയറി, അപ്പോൾ ഇവിടെ ഫ്ലാറ്റ് ബാൻഡ് നമ്മൾ അച്ചീവ് ചെയ്തു. സോ ഇങ്ങനെ കയറാൻ വേണ്ടി നമുക്കൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യേണ്ടി വന്നു. ആ വോൾട്ടേജ് ആണ് ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ് അല്ലെങ്കിൽ VFB എന്ന് പറയുന്നത്. ഓക്കെ, സോ VFB = 5ms - Q oxide by C oxide. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 5ms ഇവിടുത്തെ പൊട്ടൻഷ്യൽ കാരണം, ഈ പൊട്ടൻഷ്യലിനെയാണ് പറയുന്നത്. പിന്നെ Q oxide by C oxide എന്ന് പറയുന്നത് ഈ അൺവാണ്ടഡ് ചാർജസ് കാരണം ഉണ്ടാവുന്ന ഒരു പൊട്ടൻഷ്യൽ, അതാണ് Q oxide by C oxide. ഇത് രണ്ടുമാണല്ലോ നമ്മൾ VFBയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക. കാരണം ഇത് രണ്ടും കാരണമാണ് ഇവിടെ ഫ്ലാറ്റ് ബാൻഡ് ആവാതിരുന്നത്. സോ ഇത് രണ്ടും കൂടെ ഉള്ള ആ ഒരു വ്യത്യാസത്തെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന വോൾട്ടേജ് ആണ് VFB. സോ VFB = 5ms - Q oxide by C oxide. ഓക്കെ, സോ ഇങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഗേറ്റ് വോൾട്ടേജിൽ അതിനനുസരിച്ച് ചേഞ്ച് വരില്ലേ? ഐഡിയൽ മോസിന്റെ ഗേറ്റ് വോൾട്ടേജിന്റെ ഇക്വേഷൻ ആയിരിക്കില്ലല്ലോ റിയൽ മോസിന്. നോക്കാം. ഓക്കെ, ഇതാ ഗേറ്റ് വോൾട്ടേജിന്റെ ഇക്വേഷൻ മാറി. നേരത്തെ V oxide + 5s മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫ്ലാറ്റ് ബാൻഡ് കണ്ടീഷന് വേണ്ട വോൾട്ടേജും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. സോ V oxide + 5s + VFB. സോ VT = -QD by C oxide + 2,5F + 5ms - Q oxide by C oxide.
Okay, threshold voltage equal to minus QD by C oxide plus 2phi phi S 2phi phi strong inversion condition plus നേരത്തെ VFB യുടെ expansion phi ms minus Q oxide by C oxide. Okay, ഇനി N channel MOSFETന്റെ വർക്കിംഗ് കണ്ടീഷൻസ് നോക്കാൻ പോവാണ്. എല്ലാ കേസിലും നമ്മുടെ ഗേറ്റ് വോൾട്ടേജ് നമ്മൾ ത്രെഷോൾഡ് വോൾട്ടേജിനേക്കാളും കൂടുതൽ എടുക്കുകയാണ് കേട്ടോ. അതായത് ഇൻവേർഷൻ സംഭവിച്ചു എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ. ഓക്കെ, സോ വി ഡി മച്ച് ലെസ് ദാൻ വി ജി മൈനസ് വി ടി. വി ഡി എന്ന് പറയുന്നത് നമ്മുടെ ഡ്രെയിൻ വോൾട്ടേജ് ആണ്. അത് മച്ച് ലെസ് ദാൻ വി ജി മൈനസ് വി ടി ആണെങ്കിൽ എന്താണ്? ചാനൽ വിഡ്ത്ത് യൂണിഫോം ആണ്. ഓക്കെ, ഇനി വി ഡി ഈക്വൽ ടു വി ജി മൈനസ് വി ടി. അത് വി ഡി വി ജി മൈനസ് വി ടിയോട് ഈക്വൽ ആവണം. അതായത് നമ്മളിവിടെ ബേസിക്കലി വി ഡി വി ജി മൈനസ് വി ടിയേക്കാളും ചെറുതായിരിക്കുന്ന വി ഡിനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരാണ്. രണ്ടാമത്തെ കേസ് ആകുമ്പോൾ ഈക്വൽ ആവുന്നു, മൂന്നാമത്തെ കേസ് ആകുമ്പോൾ അതിനേക്കാളും വലുതാവുന്നു. ഓക്കെ, സോ ഫസ്റ്റ് കേസിൽ ചാനൽ വിഡ്ത്ത് യൂണിഫോം ആയിരിക്കും. എൻ ചാനൽ ഫോം ചെയ്തത് ഒരേ ലെവലിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അടുത്തതിൽ ഓൺസെറ്റ് ഓഫ് സാച്ചുറേഷൻ നടക്കുമ്പോൾ ഡ്രെയിൻ റീജിയൻ, അതായത് ഒരു ഭാഗത്ത് സോഴ്സും, അതായത് മോസ്ഫെറ്റിന് ഇമാജിൻ ചെയ്യുക, ഒരു ഭാഗത്ത് സോഴ്സ് ഒരു ഭാഗത്ത് ഡ്രെയിന് അല്ലേ. ഇതിൽ ഡ്രെയിനിന്റെ ഭാഗത്തേക്ക് ഡിപ്ലീഷൻ റീജിയൻ കൂടി വരും ഡ്രെയിനിന്റെ ഭാഗത്ത്. അപ്പോൾ അത് പിഞ്ച്ഡ് ഓഫ് എന്ന് പറയും, പിഞ്ച്ഡ് ഓഫ് റീജിയൻ. അതായത് സാച്ചുറേഷൻ തുടങ്ങുകയാണ്. പിന്നെ അത് ഗ്രേറ്റർ ആവുമ്പോൾ വീണ്ടും കൂടി വരുമ്പോൾ എന്താവും? സാച്ചുറേഷൻ തന്നെ നടന്നുകൊണ്ടിരിക്കും. അതാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ആദ്യം വി ഡി ലെസ് ദാൻ വി ജി മൈനസ് വി ടി ആകുമ്പോൾ ഇങ്ങനെ ഈക്വൽ ആയിട്ട് നിൽക്കും. പിന്നെയും കൂടി വരുമ്പോൾ ലെസ് ദാൻ ആവുമ്പോഴാണ് ഇങ്ങനെ ഈക്വലായി നിൽക്കുക. ചാനൽ വിഡ്ത്ത് യൂണിഫോം ആയി നിൽക്കും. ഫോം ചെയ്ത് ഇവിടെയാണ് എൻ ചാനൽ ഫോം ചെയ്തതെന്ന് വിചാരിക്കാം. ഇവിടെ ഇങ്ങനെ യൂണിഫോം ആയി നിൽക്കും. പിന്നീട് അത് കൂട്ടി കൊണ്ടുവരുന്നു. അപ്പോൾ വി ഡി ഈക്വൽ ടു വി ജി മൈനസ് വി ടി ആവും. അപ്പോൾ ഈ ഡ്രെയിനിന്റെ ഭാഗത്ത് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങും. കണ്ടല്ലോ, ഈ ഡ്രെയിനിന്റെ ഭാഗത്താണ് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. സോ ഇവിടെ നിന്ന് ഇങ്ങനെ ഡിപ്ലീഷൻ റീജിയൻ ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങും. സോ ഇതാണ് സാച്ചുറേഷൻ തുടങ്ങി. ഓക്കെ, യൂണിഫോം ആയി നിന്ന ചാനൽ വിഡ്ത്ത് യൂണിഫോം അല്ലാണ്ടാവാൻ തുടങ്ങുകയാണ്. സാച്ചുറേഷൻ തുടങ്ങി, വീണ്ടും കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭാഗത്തെ ഡ്രെയിൻ ഭാഗത്തെ ഡിപ്ലീഷൻ റീജിയൻ ഇങ്ങനെ ഇറങ്ങി വരും. ഓക്കെ, സോ ഈ കേസിലുള്ള നിങ്ങൾക്ക് ഈ കേസിലുള്ള ഗ്രാഫ് നോക്കാം. ഐ ഡി വി ഡി ഗ്രാഫാണ്. സോ ഇതിൽ കാണാം ഈ ഭാഗം എന്ന് പറയുന്നത് ലീനിയർ ആയി കിടക്കുന്നതാണ്. ഓക്കെ, ലീനിയർ റീജിയൻ. ഇവിടെ എന്താണ്? ചാനൽ വിഡ്ത്ത് യൂണിഫോം ആണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് പിഞ്ച് ഓഫ് റീജിയൻ, സാച്ചുറേഷൻ തുടങ്ങുന്ന റീജിയനിൽ ബെൻഡ് ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞ് പിന്നെ സാച്ചുറേഷൻ കണ്ടിന്യൂസ്. അതാണ് ഈ ഭാഗം. ഓക്കെ, ഇത് വി ജി ഈക്വൽ ടു 6 വോൾട്ട് കൊടുക്കുമ്പോൾ 5 വോൾട്ട് കൊടുക്കുമ്പോൾ 4 വോൾട്ട് കൊടുക്കുമ്പോൾ 3 വോൾട്ട് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് മാറി വരും. ഇത് നമ്മളുടെ എൻ ചാനൽ മോസ്ഫെറ്റ് ആണ്. അതേപോലെ പി ചാനൽ മോസ്ഫെറ്റ് ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതും അതേപോലത്തെ ഒരു ഗ്രാഫാണ്. സാച്ചുറേഷൻ റീജിയനും ലീനിയർ റീജിയനും കാണിക്കുന്ന ഒരു ഗ്രാഫാണ്. ഈ ബെൻഡ് തുടങ്ങുന്ന ഈ പാർട്ടാണ് കേട്ടോ പിഞ്ച് ഓഫ് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഡ്രെയിൻ കറണ്ട് ഇക്വേഷൻ ആണ്. ഓക്കെ, ഡ്രെയിൻ കറണ്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ് നമ്മൾ. ഓക്കെ, നമ്മളുടെ വി ജിയുടെ ഇക്വേഷൻ നമുക്കുണ്ട്. വി ജി ഈക്വൽ ടു വി ഓക്സൈഡ് പ്ലസ് ഫൈ എസ് പ്ലസ് വി എഫ് ബി. ഓക്കെ, സോ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് വിൽ ബി മോർ അറ്റ് ദ ഡ്രെയിൻ സൈഡ്. Okay, so Vg equal to minus Qn plus Qd by C oxide. ഈ minus Qn plus Qd by C oxide എന്ന് പറയുന്നത് Qn ഉം Qd യും എന്താണെന്ന് അറിയാവോ? ഒന്ന് എന്ന് പറയുന്നത് മൊബൈൽ ചാർജസും ഒന്ന് എന്ന് പറയുന്നത് ഫിക്സഡ് ചാർജസും ആണ്. ഓക്കെ, ഈ Qd എന്ന് പറയുന്ന ഡിപ്ലീഷൻ റീജിയനിലെ ചാർജസ്, ഇത് മൊബൈൽ ചാർജസ്. ഓക്കെ, സോ മൈനസ് Qn plus Qd by C oxide plus phi s plus VFB. ഓക്കെ, ഇനി നമ്മൾ ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യാണ്. ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ക്യു എൻ ബൈ സി ഓക്സൈഡ് ഈക്വൽ ടു വി ജി മൈനസ് ഫൈ എസ് മൈനസ് വി എഫ് ബി മൈനസ് ക്യു ഡി ബൈ സി ഓക്സൈഡ് എന്ന് കിട്ടും. ഇനി അതിനെ നമ്മൾ വീണ്ടും ക്യു എന്നിന് മാത്രമായിട്ട് ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റുമ്പോൾ ക്യു എൻ ഈക്വൽ ടു മൈനസ് സി ഓക്സൈഡ് ഇൻറ്റു വി ജി മൈനസ് ഫൈ എസ് മൈനസ് വി എഫ് ബി മൈനസ് ക്യു ഡി ബൈ സി ഓക്സൈഡ് എന്ന് കിട്ടും. ഇനി നമ്മൾ ഫൈ എസിന്റെ ഇക്വേഷൻ ഈക്വൽ ടു 2phi f പ്ലസ് വി എക്സ്. ഈ വി എക്സ് എന്ന് പറയുന്നതാണ് ആ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കേട്ടോ. ഈ വി എക്സ് ആണ് നമ്മുടെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആയി എടുക്കുന്നത്. സോ ഫൈ എസ് എങ്ങനെ മാറും? 2phi f പ്ലസ് വി എക്സ് എന്നുള്ള രീതിയിൽ അത് മാറും. ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ഇവിടുത്തെ ഈ 2 എന്നുള്ള ഇക്വേഷൻ, ഈ ഫൈ എസിന് 2phi f പ്ലസ് വി എക്സ് എന്നുള്ളത് നമ്മൾ ഇവിടെ ഈ ക്യു എനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് എങ്ങനെ മാറും? Qn equal to minus C oxide into Vg minus 2phi f minus Vx minus VFB plus Qd by
സി ഓക്സൈഡ് എന്ന് മാറും. ഇനി അതിനെ മൈനസ് സി ഓക്സൈഡ് ഇൻറ്റു വി ജി മൈനസ് വി എക്സ് മൈനസ് വി ടി എന്ന് എഴുതി കൂടെ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെഷോൾഡ് വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താണ് 2φf പ്ലസ് വി എഫ് ബി മൈനസ് ക്യു ഡി ബൈ സി ഓക്സൈഡ്, അതല്ല ഇക്വേഷൻ. അപ്പൊ അതിനെ ഇവിടെ നമുക്ക് മാറ്റി എഴുതാം. വി ജി മൈനസ് വി എക്സ് എടുത്തിട്ട് പിന്നെ ഒരു മൈനസ് ഇട്ടിട്ട് ഉള്ളിലൊരു ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ 2φf പ്ലസ് വി എഫ് ബി മൈനസ് സി ഡി ബൈ സി ഓക്സൈഡ് എന്ന് കിട്ടൂലേ? സോ അതിനെ നമുക്ക് വി ടി എന്ന് എഴുതിക്കൂടെ? സോ അങ്ങനെ മാറ്റി എഴുതിയതാണ് ഇത്. അതിന് നമുക്ക് ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. പിന്നെ V ഈക്വൽ ടു ഐ ആർ. ഓക്കെ, V ഈക്വൽ ടു ഐ ആർ അതറിയാലോ, വോൾട്ടേജ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. ഓക്കെ, സോ ഈക്വൽ ടു ഐ ഇൻറ്റു എൽ ബൈ സിഗ്മ ഇൻറ്റു എ. ഈ എൽ എന്ന് പറയുന്ന ലെങ്ത്, എ എന്ന് പറയുന്നത് ഏരിയ, സിഗ്മ എന്ന് പറയുന്ന കണ്ടക്ടൻസ്. ഇത് നമുക്ക് അറിയാവുന്നതല്ലേ. ആറിനെ നമുക്ക് ഇങ്ങനെ എഴുതാമെന്ന്. ഓക്കെ, സോ ഇതിനെ ഐ ഇൻറ്റു ഡി എക്സ് ബൈ ക്യു എൻ മ്യൂ എൻ ഇസെഡ്. ഓക്കെ, ഇവിടെ നമ്മൾ ഡി എക്സ് എന്ന് എഴുതുമ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഡി വി എന്ന് എഴുതണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി ഐ ഇൻറ്റു ഡി എക്സ് ബൈ ക്യു എൻ മ്യൂ എൻ ഇൻറ്റു സെഡ്. എനെ നമ്മൾ സെഡ് എന്ന് എഴുതാൻ കാരണം എ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് നമുക്ക് എടുത്തുകൂടെ, ഏരിയ. അപ്പോൾ നമ്മൾ ലെങ്ത് 1 ആയി എടുക്കുകയാണ്, എന്നിട്ട് വിഡ്ത്ത് ഇസെഡ്. ഓക്കെ, അതാണ് നമ്മളിവിടെ സെഡ് എന്ന് മാത്രം കൊടുത്തത്. ഇനി ക്യു എൻ മ്യൂ എൻ നിങ്ങൾക്കറിയാലോ, സിഗ്മയുടെ ഇക്വേഷൻ ക്യു എൻ മ്യൂ എൻ ആണ് നമ്മൾ മൊഡ്യൂൾ 1ലും 2ലും ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഐ ഡി എക്സ് ബൈ ക്യു എൻ മ്യൂ എൻ ഇസെഡ്, അതായത് ക്യു എൻ എന്നുള്ളതിനെ ക്യു എൻ എന്നുള്ള രീതിയിൽ എഴുതി. ഇതും നമ്മൾ ഇതിന് മുന്നത്തെ മൊഡ്യൂളിൽ ഡീൽ ചെയ്തിട്ടുള്ളതാണ് ഈ ക്യു എന്ന് എഴുതുന്നത്. ഇനി ഡി വി എക്സ് ഈക്വൽ ടു ഐ ഡി ഡി എക്സ് ബൈ ക്യു എൻ മ്യൂ എൻ ഇസെഡ്. മോഡ് ക്യു എൻ ആണ്, ശ്രദ്ധിക്കണം. ഐ ഡി എന്ന് പറയുന്നത് ആണ് ഡ്രെയിൻ കറണ്ട്. ഓക്കെ, സോ ഇതിൽ ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഡി വി എക്സിനെ ഇങ്ങനെ എഴുതാൻ പറ്റിയത്. ഓക്കെ, ഇതും ഈ ഇക്വേഷനിലേക്ക് എങ്ങനെ എത്തിയെന്ന് മനസ്സിലാവാനാണ് ഇത്രയും എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇത് ബേസിക് ആയിട്ടുള്ള വി ഈക്വൽ ടു ഐ ആർ എന്ന് തുടങ്ങിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് എത്തിച്ചിരിക്കുന്നത്, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെ മാറ്റി എഴുതുമ്പോൾ എന്താവും? ഐ ഡി ഡി എക്സ് ഈക്വൽ ടു മ്യൂ എൻ ഇസെഡ് സി ഓക്സൈഡ് ഇൻറ്റു വി ജി മൈനസ് വി എക്സ് മൈനസ് വി ടി ഇൻറ്റു ഡി വി എക്സ് അല്ലേ. ഇതിനെ നേരെ മാറ്റി എഴുതി, ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തതേ ഉള്ളൂ ഇത്. പിന്നെ ഈ സി ഓക്സൈഡ് ഇൻറ്റു വി ജി മൈനസ് വി എക്സ് മൈനസ് വി ടി എന്ന് പറയുന്നത് ഈ തേർഡിന് ക്യു എന്നിന് നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ. മോഡ് ക്യു എൻ ആയതുകൊണ്ട് ഈ മൈനസ് പോയി, നേരെ സി ഓക്സൈഡ് ഇൻറ്റു വി ജി മൈനസ് വി എക്സ് മൈനസ് വി ടി ആയി. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ 0 to L, ഈ 0 to L ഉം 0 to V ഡിയും പറഞ്ഞുതരാം. ഇവിടെ കണ്ടോ, എക്സ് എവിടെ നിന്നാണ്? 0 to L വരെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ വി എവിടെ നിന്നാണ് ഇരിക്കുന്നത്? 0 നിന്ന് വി ഡി വരെയാണ് മാക്സിമം പോയിരിക്കുന്നത്. സോ ഡി എക്സിനെ 0 to L വരെയും മറ്റേതിനെ 0 to വി ഡി വരെയും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ 0 to L ഐ ഡി ഡി എക്സ് ഈക്വൽ ടു മ്യൂ എൻ ബാർ. ഈ മ്യൂ എൻ ബാർ എന്ന് പറയുന്നത് സർഫസ് മൊബിലിറ്റി ആണ് കേട്ടോ. അതായത് അതായത് ആ ഒരു ഹോൾ സെമി കണ്ടക്ടർ ബൾക്കിലത്തെ നമ്മൾ എടുക്കുന്നില്ല, ആ സർഫസിലെ മാത്രം ചാർജസിന്റെ കാര്യമാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മ്യൂ എൻ ബാർ എന്ന് എടുത്തിരിക്കുന്നത്, സർഫസ് മൊബിലിറ്റി എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ മ്യൂ എൻ ബാർ ഇസെഡ് സി ഓക്സൈഡ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 to വി ഡി വി ജി മൈനസ് വി ടി മൈനസ് വി എക്സ് ഇൻറ്റു ഡി വി എക്സ്. ഓക്കെ, സോ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഐ ഡി ഇൻറ്റു എക്സ് 0 to L ലിമിറ്റ്, പിന്നെ മ്യൂ എൻ ബാർ ഇസെഡ് സി ഓക്സൈഡ് ഇൻറ്റു വി ജി മൈനസ് വി ടി ഇൻറ്റു വി എക്സ് മൈനസ് വി എക്സ് എന്താവും? വി എക്സ് സ്ക്വയർ ബൈ 2 ആവും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഹോൾ ലിമിറ്റ് ഇട്ടിട്ട് 0 to വി ഡി. ഈ 0 കൊടുക്കുമ്പോൾ ഒന്നും കാര്യമില്ല, എല്ലാം കൊടുക്കുന്നത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഐ ഡി ഇൻറ്റു എൽ ഇവിടെ അതേപോലെ തന്നെ 0 ആണ്, അത് കാര്യമില്ല. അപ്പോൾ വി ഡിയുടെ മാത്രം എടുത്താൽ മതി. അപ്പോൾ മ്യൂ എൻ ബാർ ഇസെഡ് സി ഓക്സൈഡ് ഇൻറ്റു വി ജി മൈനസ് വി ടി ഇൻറ്റു വി ഡി മൈനസ് വി ഡി സ്ക്വയർ ബൈ 2. ഓക്കെ, സോ അപ്പോൾ നമ്മളുടെ ഡ്രെയിൻ കറണ്ട് ഇക്വേഷൻ എന്തായിരിക്കും? ഈ എല്ലിനെ നേരെ താഴെ കൊണ്ടുപോയാൽ നമ്മുടെ ഡ്രെയിൻ കറണ്ട് ഇക്വേഷൻ ആയി. ഐ ഡി ഈക്വൽ ടു മ്യൂ എൻ ബാർ ഇസെഡ് സി ഓക്സൈഡ് ബൈ എൽ ഇൻറ്റു വി ജി മൈനസ് വി ടി ഇൻറ്റു വി ഡി മൈനസ് വി ഡി സ്ക്വയർ ബൈ 2. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഡ്രെയിൻ കറണ്ട് ഇക്വേഷൻ കേട്ടോ. മെയിൻ ഡ്രെയിൻ കറണ്ട് ഇക്വേഷൻ ഇതാണ്. ഇനി ഡ്രെയിൻ കറണ്ട് ഇക്വേഷൻ്റെ പല കേസസും നമ്മൾ നോക്കും. അതൊക്കെ നമ്മൾ ഈ ഇക്വേഷനിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഈ ഇക്വേഷൻ ഒരിക്കലും മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിറൈവ് ചെയ്യാനൊക്കെ എക്സാമിന് ചോദിക്കും. ഓക്കെ, ഇനി നമുക്ക് സ്പെഷ്യൽ കേസ് കാണാം. വി ഡി മച്ച് ലെസ് ദാൻ വി ജി മൈനസ് വി ടി ആണെങ്കിൽ എന്തുണ്ടാവും? വി ഡി മച്ച് ലെസ് ദാൻ വി ജി മൈനസ് വി ടി. വി ഡി വളരെ ചെറിയ വാല്യൂ ആണ്, അപ്പോൾ വി ഡി സ്ക്വയർ എന്ന് പറയുന്നത് അതിനേക്കാളും ചെറുതാവും. അപ്പോൾ അതിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ടേമിനെ കളഞ്ഞു. അങ്ങനെ ആവുമ്പോൾ എന്താവും? ഐ ഡി ഈക്വൽ ടു മ്യൂ എൻ ബാർ ഇസെഡ് സി ഓക്സൈഡ് ബൈ എൽ ഇൻറ്റു വി ജി മൈനസ് വി ടി ഇൻറ്റു വി ഡി. ഇത്രേ ഉണ്ടാവുള്ളൂ. വി ഡി സ്ക്വയർ ബൈ 2 ഈ ഒരു ടേം മൈനസ് വി ഡി സ്ക്വയർ ബൈ 2 എന്നുള്ള ടേം നെഗ്ലിജിബിൾ ആവും, നമ്മളതിനെ കളഞ്ഞു. ഓക്കെ, ഇനി ഈ
ജി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഈ ചാനൽ, അതായത് നമ്മൾ ലീനിയർ റീജിയൻ ആണ് ഡീൽ ചെയ്യുന്നത് അല്ലേ? ഡ്രെയിൻ വോൾട്ടേജ് വി ജി മൈനസ് വി ടിനേക്കാളും മച്ച് ലെസ് ദാൻ ആണെങ്കിൽ എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ലീനിയർ റീജിയൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണല്ലോ സാച്ചുറേഷൻ ഒക്കെ തുടങ്ങുന്നത്. സോ ആ ലീനിയർ റീജിയനിലെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ റീജിയനിലെ ഡ്രെയിൻ കറണ്ട് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അതേപോലെ ആ റീജിയനിലെ കണ്ടക്റ്റൻസ് എങ്ങനെയായിരിക്കും? അതാണ് ഇ ജി. ഓക്കെ, സോ ആ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് ഡെൽ ഐ ഡി ബൈ ഡെൽ വി ഡി ചെയ്താൽ മതി. സോ അത് ചെയ്യുമ്പോൾ എന്താവും? വി ഡിയുടെ റെസ്പെക്റ്റീവായി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഇതിനെ അപ്പോൾ മ്യൂ എൻ ബാർ ഇസഡ് സി ഓക്സൈഡ് ബൈ എൽ ഇൻറ്റു വി ജി മൈനസ് വി ടി ആവും അല്ലേ? ഇവിടെ ഒരു വി ഡി ഉള്ളൂ, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആ വി ഡി പോവും. ഓക്കെ, സോ ഇതാണ് ഡ്രെയിൻ കറണ്ട് ആൻഡ് കണ്ടക്റ്റൻസ് ഡ്യൂറിങ് ദ ലീനിയർ റീജിയൻ. ഓക്കെ, ഇനി സാച്ചുറേഷൻ റീജിയനിലെ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോവാണ്. അപ്പോൾ ഡ്രെയിൻ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ടാവും? അത് ഫൈനലി ഈക്വൽ ആവും. അപ്രോക്സിമേറ്റ്ലി വി ഡി സാച്ചുറേഷൻ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വി ജി മൈനസ് വി ടി എന്ന് എടുത്തു. സോ അങ്ങനെ ആവുമ്പോൾ ദ വോൾട്ടേജ് അക്രോസ് ദ ഓക്സൈഡ് ഡിക്രീസസ് near the drain and Qn becomes smaller there. As a result, the channel becomes pinched off at the drain end and the current saturation. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ pinched off ആവും. ഓക്കെ, സാച്ചുറേഷൻ തുടങ്ങുകയാണ്, ഓൺസെറ്റ് ഓഫ് സാച്ചുറേഷൻ. സോ ആ സമയത്ത് ഐ ഡി സാറ്റിന് എന്ത് പറ്റും? ആ സമയത്തെ ഡ്രെയിൻ കറണ്ടിന് എന്ത് പറ്റും? വി ഡിക്ക് നേരെ വി ജി മൈനസ് വി ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും ഇക്വേഷൻ. ഓക്കെ, സോ മ്യൂ എൻ ബാർ ഇസഡ് സി ഓക്സൈഡ് ബൈ എൽ ഇൻറ്റു വി ജി മൈനസ് വി ടി ഇൻറ്റു വി ജി മൈനസ് വി ടി മൈനസ് വി ജി മൈനസ് വി ടി the whole square by 2, which is equal to mu n bar z c oxide by L into Vg minus Vt the whole square by 2. അപ്പോൾ drain current during saturation equal to 1 by 2 mu n bar z c oxide by L into Vg minus Vt the whole square. Okay, so ഇത് ക്ലിയർ ആണല്ലോ? ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ് സാച്ചുറേഷൻ ടൈമിലെ ഡ്രെയിൻ കറണ്ട്. ഓക്കെ, വാട്ട് അബൌട്ട് ദ ട്രാൻസ്കണ്ടക്റ്റൻസ് ഇൻ ദ സാച്ചുറേഷൻ റീജിയൻ? സാച്ചുറേഷൻ നടക്കുകയാണ്, അപ്പോൾ സാച്ചുറേഷൻ റീജിയനിൽ ട്രാൻസ് കണ്ടക്റ്റൻസ് എന്തായിരിക്കും? നമ്മൾ നേരത്തെ ലീനിയർ റീജിയനിലെ കണ്ടക്റ്റൻസ് പറഞ്ഞു, അതേപോലെ തന്നെ ഇവിടെ ഡെൽ ഐ ഡി ബൈ ഡെൽ വി ഡി ചെയ്യാം, ബോത്ത് അറ്റ് സാച്ചുറേഷൻ കണ്ടീഷൻ. ഓക്കെ, സോ ഡെൽ വി ഡി അറ്റ് സാച്ചുറേഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ കണ്ടീഷനിൽ വി ഡി എന്തായിരുന്നു? വി ജി മൈനസ് വി ടി. അപ്പോൾ ഡെൽ ഐ ഡി സാച്ചുറേഷൻ ഡിവൈഡഡ് ബൈ ഡെൽ വി ജി മൈനസ് വി ടി. ഓക്കെ, which is equal to half into mu n bar z c oxide by L into 2 Vg minus Vt. ഈ വി ജി മൈനസ് വി ടി ദ ഹോൾ സ്ക്വയർ ഇതിനെ നമ്മൾ എക്സ് സ്ക്വയറിന് എടുത്തു കഴിഞ്ഞാൽ 2x ആവൂലേ? അതന്നെ 2 ഇൻറ്റു വി ജി മൈനസ് വി ടി. ഓക്കെ, അപ്പോൾ ജി എം സാച്ചുറേഷനിൽ എന്താവും? ജി എം സാച്ചുറേഷൻ ഈക്വൽ ടു മ്യൂ എൻ ബാർ ഇസഡ് സി ഓക്സൈഡ് ബൈ എൽ ഇൻറ്റു വി ജി മൈനസ് വി ടി. ഓക്കെ, സോ ഇതാണ് സാച്ചുറേഷൻ ടൈമിലെ ഡ്രെയിൻ കറണ്ട്, അതേപോലെ തന്നെ സാച്ചുറേഷൻ റീജിയനിലെ ട്രാൻസ്കണ്ടക്റ്റൻസ് ഇക്വേഷൻ ഇതാണ്. ഓക്കെ, സോ ഇതാണ് ഡ്രെയിൻ കറണ്ട് ഇക്വേഷനുമായി ബേസ് ചെയ്ത് നമുക്ക് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇതാണ് ഡ്രെയിൻ കറണ്ട് ഇക്വേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇത് ഡ്യൂറിങ് ലീനിയർ റീജിയൻ അല്ലെങ്കിൽ ലീനിയർ റീജിയനിലുള്ളപ്പോൾ, ആൻഡ് ഇത് സാച്ചുറേഷനിലുള്ളപ്പോൾ. ഓക്കെ, സോ ഈ മൊഡ്യൂളിൽ ഇത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റുഡ്. സോ താങ്ക് യു.